ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ സിറാണ്. ഇത് നമ്മളുടെ സ്കാൽപ്പിനും ഹെയറിനും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒരു സിറാണ് കേട്ടോ. സാധാരണയായിട്ട് നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് മാത്രം അങ്ങനെയാണ് നമ്മളൊരു സിറം യൂസ് ചെയ്യുക. ഇതങ്ങനെയല്ല. ഇത് നമ്മളുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കും നല്ലൊരു ഹെയർ സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും നല്ലത് യൂസ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് നമ്മളെ മുടി വളർച്ച നമുക്കറിയാനായിട്ട് പറ്റും. അത്രയ്ക്ക് എഫക്റ്റീവാണ്. പിന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ, അതുപോലെ തന്നെ തലയിൽ ഒരുപാട് സ്കിന്നിലുണ്ടാകുന്ന സ്കിൻ ഡിസീസ് ഇല്ല, തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതിനൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ അകാല നര തടയാനും പിന്നെ നമ്മുടെ വൈറ്റ് ഹെയർ ഗ്രേ കളറാവാനും ഒക്കെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അളവ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇനി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ്മേരി ലീവ്സാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുകയും ചെയ്യാം, റോസ്മേരി ലീവ്സിനെ പറ്റി. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അത്രയ്ക്ക് എഫക്റ്റീവാണ്. ഒരാഴ്ച നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയ്ക്കും നിങ്ങൾക്ക് പിന്നെ മുടിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. ഞാനിപ്പോൾ ഇവിടെ ന്യൂട്രാവേദിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഇത് കുളി കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പൊക്കെ യൂസ് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിക്കളയുക, ഷാമ്പൂ ഒന്നും ചേർക്കാതെ. ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളുടെ ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ചെറിയൊരു മസാജ് കൊടുക്കുക സ്കാൽപ്പിൽ. അപ്പോൾ അത് കൊടുക്കാൻ മറക്കരുതേ. നല്ല ചകിരിതാര് പോലെയുള്ള മുടി ഉണ്ടല്ലോ, അത് നല്ല സ്മൂത്തായിട്ടിരിക്കും. അത്രയ്ക്ക് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് നമ്മളുടെ ഒരു നെറ്റിയുടെ ഭാഗത്തുള്ള ബേബി ഹെയർസൊക്കെ അല്ലേ, അതൊക്കെ വളർന്ന് വരുന്നതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ചുരുണ്ട മുടിയുള്ളവർക്ക് വളരെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന പോലത്തെ ആ മുടിയാണ്. ഇത് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ റോസ്മേരി ലീവ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിനാണ് നമ്മൾ 2 ടീസ്പൂൺ അളവിൽ റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതായത് ഒരു 2-3 മിനിറ്റ് ഇതിലൊന്ന് തിളച്ച് വരണം. നമ്മളുടെ മുടി വളർച്ചയ്ക്കുണ്ടല്ലോ ഇത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു സിറം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് കേട്ടോ. സാധാരണയായിട്ട് ഞാൻ റോസ്മേരി ലീവ്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് എഫക്റ്റീവാണ്. അത്ര നല്ലൊരു റിസൾട്ടുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോഴേ ഞാൻ വിചാരിച്ച് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ നന്നായിട്ട് സ്റ്റോപ്പ് ആവട്ടെ. പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ എന്ന് പറയില്ല, അതുപോലെയാണ് മുടി കൊഴിച്ചിൽ നമുക്ക് സ്റ്റോപ്പായിട്ട് കിട്ടുന്നത്. അപ്പം തന്നെ നമ്മളുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ഒഴുകി കിടക്കുന്ന നല്ല പിന്നെ സ്മൂത്തായിട്ടുള്ള ഹെയറും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു റോസ്മേരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ കിടന്നിട്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈറ്റായിട്ടൊരു കളറേ മാറി വന്നിട്ടുള്ളൂ. അത്രയ്ക്കൊക്കെ തന്നെ ഇതിൻ്റെ ഒരു കളറ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടിപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഒരു 2-3 മിനിറ്റ് തിളയ്ക്കണം. ഇനിയിപ്പോൾ ഞാനൊരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ തേയില, അത് നിങ്ങൾ ഏത് തേയില ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മളുടെ ഹെയറിന് വളരെ നല്ലതാണ് തേയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതായാലും വേണ്ടില്ല, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഹെയറിൻ്റെ ആ ഒരു കളറ് മാറണം എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇത് നമ്മളുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും ഒക്കെ അടിക്കുമ്പോൾ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറും. അപ്പോൾ തേയില നമ്മളുടെ ഹെയർ ഗ്രോത്തിനും എല്ലാത്തിനും നല്ലതാണ്. കട്ടൻ ചായ നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടാവും ഉപയോഗിക്കുന്നത് നല്ലതാണെന്നുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1-1.5 മിനിറ്റും കൂടെ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തേയില ചേർത്തത് കൊണ്ടായിരിക്കും ഇതേ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വറ്റിയിട്ട് ഒരു 1/2 ഗ്ലാസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഞാൻ സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നമ്മൾ ഒരു 2 മണിക്കൂറോളം നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമ്മളുടെ ആ ഒരു റോസ്മേരി ലീവ്സിൻ്റെ ഇനി ബാക്കി ഒക്കെ ഉള്ളതൊന്ന് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക.
ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. രാത്രി ഞാനിതൊന്ന് തിളപ്പിച്ചിടും, എന്നിട്ട് രാവിലെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സമയം നമുക്കിത് ഈ ഒരു റോസ്മേരി ലീവ്സ് ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവർക്ക് ഏറ്റവും നല്ലത് രാത്രി തിളപ്പിച്ചിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളിത് ഇതിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ പിറ്റേ ദിവസം അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് കുളി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. കാരണം ഇത് കഴുകി കളയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഹെയറിൽ തന്നെ വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ ഹെയർ നല്ല സ്മൂത്തായിട്ടിരിക്കും. അതുപോലെ തന്നെ ചുരുണ്ട മുടിയുള്ളവർക്ക് പ്രത്യേകം നല്ല പിന്നെ എന്താ പറയുക, നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മുടി എന്ന് പറയില്ല, അതുപോലെ ഇരിക്കും. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ അളവ് കാണിച്ചു തരാനാണ് ഇതിനെ ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുത്തത്. കാരണം നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത് കറക്റ്റ് 1/2 ഗ്ലാസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കോട്ടനോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പരട്ടി കൊടുക്കുക. ഇത് സ്കാൽപ്പിൽ മാത്രം യൂസ് ചെയ്യരുത് കേട്ടോ, നമ്മുടെ ഹെയറിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. എന്നാലാണ് ഹെയറിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ നെറ്റിയുടെ ആ ഭാഗത്തൊക്കെ ഉള്ള മുടിയില്ല, അതൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നത് നമുക്കറിയാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ തല ചൊറിച്ചിൽ, താരൻ എല്ലാം അതും മാറിക്കിട്ടും. പിന്നെ അകാല നര തടയാൻ, മുടി പിന്നെ നരയ്ക്കത്തില്ല നമുക്ക്. അതായത് നമ്മൾ ഉള്ള നര മാറാനെന്ന് പറഞ്ഞാൽ ഗ്രേ കളറാവുകയുള്ളൂ, കറുപ്പ് കളറൊന്നും ആയി കിട്ടില്ല. പക്ഷേ നമുക്ക് നര വരുന്നത് തടയാനായിട്ട് പറ്റും. അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നല്ലതാണ്. കുട്ടികളുടെ ഹെയറിലും ഒക്കെ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ഹെയർ നല്ല സ്റ്റൈലിഷ് ആക്കാനും വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുളി കഴിഞ്ഞതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പൊതുവേ തലനീരിറക്കം ഉള്ള ആളാണ് ഞാൻ. ഇതിൻ്റെ ഹെയറിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ, ഒന്നും വന്നിട്ടില്ല. തലനീരിറക്കത്തിനൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പരട്ടിയിട്ട് കഴുകി കളയുക. ജസ്റ്റ് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നുമില്ല, നല്ലൊരു മണം തന്നെയാണ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മാറ്റം കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് സ്റ്റോപ്പ് ചെയ്യില്ല, അത്രയ്ക്ക് എഫക്റ്റീവാണ്. എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യാം, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ അതെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നേക്കരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക്